ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം നേരിയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 51-ാം തിരുവചനം ഇങ്ങനെ പറയുക: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. പക്ഷെ വലിയൊരു ഗ്യാരണ്ടി മുമ്പിലേക്ക് വയ്ക്കുക. ആരെങ്കിലും ഈശോയുടെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഈശോയുടെ വചനം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേൾക്കുന്ന വചനത്തെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുക. അങ്ങനെ വരുമ്പോൾ അവരെക്കുറിച്ച് പറയുക, മറ്റൊരു ക്രിസ്തുവായി തീരുക, ക്രിസ്തീയ ചൈതന്യത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിനെ പോലെ പ്രശോഭിക്കുക. അങ്ങനെയുള്ള തീർച്ചയായിട്ടും സ്വർഗത്തിലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറയുക. നോമ്പിൻ്റെ ഈ ദിവസത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ നീ എത്രത്തോളം സാംശീകരിക്കുന്നു, എത്രത്തോളം ക്രിസ്തുവിൻ്റെ വചനത്തിന് ജീവൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നീ ഒന്ന് വിലയിരുത്തണം. കഴിഞ്ഞ നാളുകൾ പോട്ടെ, ഇന്ന് നീ വില കൊടുത്താൽ നീ എന്നേക്കും ജീവിക്കും. നിനക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിന്റെ വചനത്തിന് ജീവൻ കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട നന്മകളെ, കൃപകൾ, സംരക്ഷണങ്ങളെല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി